الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم بما كانوا يعملون وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون صدق الله ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലാ സമയത്തും ശ്രദ്ധിക്കുകയും പരമാവധി അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ആദ്യമായി എല്ലാവരുടെയും ഓർമ്മയിൽപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തൻ്റെ സഹചാരിയായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നീ ഒന്ന് ഖുർആൻ പാരായണം ചെയ്യൂ എന്ന്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അഖറഉ അലൈക വ അലൈക ഉൻസില, എന്താ പ്രവാചകരെ താങ്കൾ പറയുന്നത്? നിങ്ങളുടെ മേലല്ലേ ഖുർആൻ ഇറങ്ങിയത്, പിന്നെ ഞാനത് നിങ്ങൾക്ക് ഓതിത്തരണോ എന്ന്. റസൂൽ പറഞ്ഞു, നഅം ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ അത് ഇഷ്ടപ്പെടുന്നു. മറ്റുള്ള ആരെങ്കിലും ഓതുന്ന പാരായണം ചെയ്യുന്ന ആ പാരായണം, അങ്ങനെ ഖുർആൻ കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ ഓതി തുടങ്ങി. അതിന്റെ 41-ാമത്തെ ആയത്തായ ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹഉലാഇ ഷഹീദ എന്ന ആയത്ത് വരെ ഓതി. ആ ആയത്താണ് ഓതി കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹസ്ബുക്കൽ ആൻ, മതി ഇബ്നു മസ്ഊദ്, മതി. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനപ്പോൾ തിരുമേനിയുടെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി. ഫൈദൻ ഐനാഹു തദുർഫാൻ, അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും കണ്ണീരണിഞ്ഞ് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. എന്താണ് ഈ ആയത്തിന്റെ പ്രത്യേകത? റസൂല് കരയാനുള്ള കാരണം, ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ, ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷികളെ നാം കൊണ്ടുവരുമ്പോൾ, വജിഇനാ ബിക അലാ ഹഉലാഇ ഷഹീദ, അവർക്കൊക്കെ മൊത്തത്തിൽ സാക്ഷിയായി
താങ്കളെയും നാം കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരിക്കും അന്നത്തെ അവസ്ഥ എന്ന് ചോദിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ വചനമാണ് റസൂലിനെ കരയിച്ചത്. ഇത് പരലോകത്ത് നടക്കുന്ന ഒരു വിചാരണയുടെ ഒരു രൂപമാണ്. കഴിഞ്ഞ കുത്തുബകളിൽ നാം പറഞ്ഞല്ലോ, പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കി നമ്മുടെ മൂല്യം, കർമ്മങ്ങളുടെ മൂല്യം കണക്കാക്കുന്ന അവസ്ഥയുണ്ട്, മീസാൻ. അതേപോലെ തന്നെ നമ്മുടെ ജീവിത രേഖ നമ്മുടെ കൈകളിൽ സമർപ്പിച്ച് വിചാരണ നടത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഗ്രന്ഥം നൽകപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞത്. ഇത് മറ്റൊരു രീതിയാണ്. പരലോകത്ത് ഓരോ വിഭാഗം ആളുകളുടെയും ഇടയിൽ നിന്ന് ഒരാളെ സാക്ഷിയായി കൊണ്ടുവന്ന് അള്ളാഹു വിചാരണ ചെയ്യുമെന്ന്. ഏത് രൂപത്തിലാണ് ഇതിന്റെ വിചാരണ, അല്ലെങ്കിൽ എങ്ങനെയാണ്, ആരൊക്കെയാണ് സാക്ഷികൾ എന്നതിനെ പറ്റി ഈ ആയത്തിൽ വ്യക്തതയില്ല. ഓരോ പ്രവാചകന്മാരെ ആ പ്രവാചകന്മാരുടെ സമുദായത്തിന്റെ സാക്ഷികളായി കൊണ്ടുവരും എന്ന വ്യാഖ്യാനം നൽകപ്പെടുന്നുണ്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ ആ പ്രവാചകന്മാരുടെ അനുയായികളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരുടെ ജീവിതവും എന്താണ് ഈ പ്രവാചകൻ പ്രബോധനം ചെയ്തത്, പ്രവാചകന്റെ പ്രബോധനം ഒന്നിച്ച് ഇവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇതിന് സാക്ഷിയല്ല, ഈ ആളുകൾ ഇങ്ങനെ തെറ്റിപ്പോകാൻ നിങ്ങൾ കാരണക്കാരാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരും എന്ന്. അങ്ങനെ ഓരോ പ്രവാചകന്മാരെയും സാക്ഷികളായി കൊണ്ടുവരാം. അതല്ല, പ്രവാചകന് ശേഷമുള്ള ഇപ്പോൾ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു മഹല്ലിലെ ഒരാളെ, അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നവരെ, അല്ലെങ്കിൽ സംഘടനയിൽ നേതൃത്വം കൊടുക്കുന്നവരെ ഒക്കെ സാക്ഷികളായി ഇങ്ങനെ വിസ്തരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അനുയായികളിൽ വരുന്ന ജീവിതത്തിലുണ്ടാകുന്ന പാകപ്പിഴവുകൾക്ക് കാരണം ഇയാളാണോ, അല്ലെങ്കിൽ ഈ നേതൃത്വമാണോ, അല്ലെങ്കിൽ ഇതിന് അവകാശികളായി, അല്ലെങ്കിൽ നേരാം വിധം ഇത് പ്രബോധനം ചെയ്യാത്തതാണോ എന്ന കാര്യം ചോദിച്ച് പലരെയും അള്ളാഹു സാക്ഷികളായി ഓരോ വിഭാഗം ആളുകളുടെയും മുന്നിൽ സാക്ഷികളായി കൊണ്ടുവരുമെന്നാണ്. എന്നിട്ട് ഈ സാക്ഷികൾക്കൊക്കെ മീതയായി അള്ളാഹുവിന്റെ റസൂലിനെ സാക്ഷിയായി കൊണ്ടുവരും. അങ്ങനെ സാക്ഷിയായി കൊണ്ടുവരുന്ന സമയത്തുണ്ടായിരിക്കുന്ന ഉണ്ടാകുന്ന അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ കാണുക. ഈ ആയത്ത് റസൂലാണ്ട് കേട്ടപ്പോൾ തന്നെ നാളെ പരലോകത്ത് മഹ്ശറിൽ വെച്ചുണ്ടാകുന്ന ആ വിചാരണയുടെ രംഗം മനസ്സിൽ കണ്ടിട്ടാണ് റസൂലിന് കരച്ചിൽ വന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ നാളെ പരലോകത്ത് വരാനിരിക്കുന്നു, സാക്ഷികളായി വിസ്തരിക്കുന്ന. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ സാക്ഷിത്വം എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഓരോ ആളിന്റെ ഉത്തരവാദിത്തമാണ് ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു മുസ്ലിമായി ഞാൻ ജീവിച്ചതിന്റെ സാക്ഷിയായി മറ്റുള്ളവർക്ക് മാറുക എന്നുള്ളത്. മറ്റുള്ള സമുദായത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോ ഒക്കെ ഞാൻ ആ കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ, എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നാൽ നമ്മളൊക്കെ പലപ്പോഴും അതിന് ഉത്തരം പറയേണ്ടതായി വരും എന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല? ഇപ്പൊ മുസ്ലിം സമുദായത്തെ പറ്റി തന്നെ പറയുന്നത് കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത്ത് ലിന്നാസ്, മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ കൽപ്പിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു ഉത്തമ വിഭാഗമാണ് നിങ്ങൾ എന്നാണല്ലോ. അത് വാക്കുകൊണ്ട് സാക്ഷിയാകാം, നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ സാക്ഷിയാകാം. നമ്മുടെ ജീവിതം കണ്ടിട്ട് തന്നെ ഇത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ജീവിതത്തിലൂടെ സാക്ഷിയാകാം. അപ്പൊ ഏത് രൂപത്തിലാണെങ്കിലും ആ സാക്ഷിത്വം നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വിചാരണ ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മിയ ഇലാഹൈന മിൻ ദൂനില്ലാഹ്, സൂറത്ത് മാഇദയിൽ പറയുന്നുണ്ട്. ഈസാ നബിയെ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മതവിഭാഗത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവരുടെ മുമ്പാകെ വെച്ച് വിചാരണ ചെയ്യാം. എന്താ ചോദിക്കുന്നത്? അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മിയ ഇലാഹൈന മിൻ ദൂനില്ലാഹ്, എന്നെയും എന്റെ ഉമ്മയെയും മറിയമിനെയും ഒക്കെ ആരാധ്യ വസ്തുക്കളാക്കി ഞങ്ങളൊക്കെ ആരാധിക്കണമെന്ന് ഈസാ നീ ആളുകളോട് പറഞ്ഞു കൊടുത്തിരുന്നോ എന്ന് ഈസാ നബിയോട് ചോദിക്കും എന്നാണ്. യേശുക്രിസ്തുവിനോട് ചോദിക്കും, നീ ആളുകളോട് പറഞ്ഞിരുന്നോ നിന്നെ ആരാധിക്കണമെന്ന്, നിന്റെ മാതാവിനെ ആരാധിക്കണമെന്ന് നീ ആളുകളോട് പറഞ്ഞിരുന്നോ? ഈസാ നബി മറുപടി പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ് ഈസാ നബി അപ്പൊ മറുപടി പറയുമെന്നാണ്. എന്താണോ പടച്ചവൻ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യമല്ലാതെ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. അതല്ലാത്ത ഒന്നും ഞാൻ അവരോട് സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖിൻ, സത്യമല്ലാതെ
നീ എന്താണോ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് അതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ നീ ഏറ്റെടുത്ത സമയത്ത് നീ ആണല്ലോ അതിനൊക്കെ സാക്ഷിയായിട്ടുള്ളത്. എനിക്ക് ശേഷം പിന്നെ അവർ എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഈസാ നബി അലൈഹി സ്വലാം തന്റെ നിരപരാധിത്വം പടച്ചവന്റെ മുമ്പിൽ ബോധിപ്പിക്കുകയും അങ്ങനെ മറ്റുള്ളവർ ഈസാ നബിയുടെ വചനത്തിനനുസരിച്ചല്ല ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവരുടെ മുമ്പാകെ വെച്ച് തെളിയിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇങ്ങനെ സാക്ഷികളായി നമ്മൾ ആരൊക്കെ വരേണ്ടി വരും? ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ നാഥനായിരിക്കും. ആ കുടുംബത്തിലുള്ള അവരുടെ ജീവിതത്തിന്റെ നിലപാടുകൾ മോശമായതിന്റെ പേരിൽ മറുപടി പറയേണ്ടി വരിക. അല്ലെങ്കിൽ ഒരു സംഘടനയുടെ നേതാവായിരിക്കും അവിടുത്തെ ആളുകളുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരിക. അപ്പൊ പല രൂപത്തിലും സാക്ഷികളെ അള്ളാഹു വിസ്തരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിനേക്കാളൊക്കെ ഭീകരമായ മറ്റൊരവസ്ഥ ഉണ്ട്. സാക്ഷിത്വത്തെ പറ്റിയുള്ള വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു രീതിയെ പറ്റിയാണ് സൂറത്തു ഫുസ്സിലത്തിലെ 20, 21 തുടർന്നുള്ള ആയത്തുകളൊക്കെ പറയുന്നത്. ഞാൻ ഓതി കേൾപ്പിച്ച ഹത്താ ഇദാ മാ ജാഊഹ, പരലോകത്ത് ആൾക്കാരെങ്ങനെ കൊണ്ടുവന്ന് വിചാരണ അങ്ങനെ അവരെ ഏകദേശം നരകത്തിലേക്കുള്ള ആളുകളെ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ വരുമ്പോ ഷഹിദ അലൈഹിം സംഉഹും വ അബ്സാറുഹും, ഷഹിദ അലൈഹിം സംഉഹും വ അബ്സാറുഹും, അവർക്കെതിരായി അവരുടെ കേൾവി, കാത് അവർക്കെതിരായി സാക്ഷി നിൽക്കും. വ അബ്സാറുഹും, അവരുടെ കാഴ്ച അവർക്കെതിരെ, കണ്ണുകൾ അവർക്കെതിരെ സാക്ഷി നിൽക്കും. വ ജുലൂദുഹും, അവരുടെ തൊലികളും അവർക്കെതിരെ സാക്ഷി നിൽക്കും. ബിമാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ച ഓരോ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം. ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രസകരമായ രൂപത്തിൽ പറയുന്നുണ്ട്. റസൂൽ ഒരിക്കൽ പറഞ്ഞെന്താണെന്നറിയോ? അജിബ്തു മിൻ മുജാദലത്തിൽ അബ്ദി റബ്ബഹു യൗമൽ ഖിയാമ. ഇങ്ങനെ മനുഷ്യൻ ഏകദേശം നരകത്തിലേക്ക് പോകേണ്ടവനാണ്, അവന്റെ തെറ്റുകുറ്റങ്ങൾ അതിന് മാത്രമുണ്ട് എന്ന് കണ്ട് അങ്ങനെ വിലപിക്കുന്ന ആ ഒരു അവസരത്തിൽ പോലും ഈ മനുഷ്യൻ റബ്ബിനോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്താ റബ്ബിനോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? അലൈസ വഅതനി അല്ലാ തളിമനി, പടച്ചോനെ നീ എന്നോട് വാഗ്ദാനം ചെയ്തതല്ലേ, എന്നോട് ഒരു അനീതിയും ചെയ്യില്ല എന്ന് നീ വാഗ്ദാനം ചെയ്തതല്ലേ, എന്നിട്ട് ഞാൻ ചെയ്ത കർമ്മങ്ങളെ ഞാൻ പറയുന്നതനുസരിച്ച് എന്താ പടച്ചവനെ നീ കേൾക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് പടച്ചവനോട് ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു അത്ഭുതം, അതായത് ഇത്തരം നിഷേധികളായ അല്ലെങ്കിൽ പരലോകത്തെ പറ്റി വേണ്ടത്ര ചിന്തയില്ലാതെ ജീവിച്ച് മരിച്ചുപോയ ആളുകൾ നാളെ പരലോകത്ത് അള്ളാഹുവിനോട് തർക്കിക്കുന്നതിനെ പറ്റി പറയാം. അപ്പൊ അള്ളാഹ് ചോദിക്കുന്നതാണ്, അവലൈസ കഫാ ബി ഷഹീദൻ വബിൽ മലായികത്തിൽ കിറാമിൽ കാത്തിബീൻ, അല്ല മനുഷ്യ ഞാൻ നിനക്ക് സാക്ഷിയായി പോരെ, ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി നിന്നോട് പറയുന്ന കാര്യം പോരെ? അല്ല എന്റെ മലക്കുകൾ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ മാന്യന്മാരായ മലക്കുകൾ അത് രേഖപ്പെടുത്തുന്നു പറഞ്ഞല്ലോ, ഈ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ച ആ സാക്ഷ്യം പോരെ നിന്റെ കർമ്മങ്ങൾക്ക്, നീ ചെയ്ത കർമ്മങ്ങൾക്ക് സാക്ഷിയായി അത് പോരെ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഈ മനുഷ്യൻ തർക്കിക്കുമെന്നാ. അതല്ല, ഞാൻ എന്താണോ പറയുന്നത് അതാണ് സാക്ഷിത്വമായി വേണ്ടത്, നീ എന്നോട് അനീതി കാണിക്കുകയില്ല എന്ന് പറഞ്ഞതല്ലേ. അപ്പോ പടച്ചവൻ ഫയഖ്തുമു അലാ ഫീഹി, അപ്പൊ പടച്ചവൻ എന്ത് ചെയ്യും? അവന്റെ വായ സീൽ വെക്കുന്നു. വതതകല്ലമു അർക്കാനുഹു, അവന്റെ അവയവങ്ങൾ സംസാരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വായക്ക് പടച്ചവൻ സീൽ വെക്കുകയും എന്നിട്ട് അവയവങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ പറഞ്ഞത് എന്താ? ഞാൻ പറയുന്നത് എന്റെ ശരീരമല്ലേ, അല്ലെ ഞാൻ പറയുന്നതല്ലേ സത്യമായി സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ പടച്ചവൻ അതേ രീതി തന്നെ സ്വീകരിക്കുന്നു. അവന്റെ കൈകാലുകൾ സംസാരിക്കുന്നു, അവന്റെ തൊലികൾ സംസാരിക്കുന്നു. അങ്ങനെ അവന്റെ ഓരോ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട് അവന്റെ അവയവങ്ങൾ തന്നെ മാറുന്നു. വഖാലു, അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കാണ്, ലി ജുലൂദിഹിം, തന്റെ തൊലികളോട് ചോദിക്കാണ്, ശരീരത്തിന്റെ ഭാഗങ്ങളോട് ചോദിക്കാണ്, ലിമ ഷഹിദ്തും അലൈന, എന്താണ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ സാക്ഷി നിൽക്കാൻ കാരണം? എനിക്കെതിരെ എന്തുകൊണ്ട് കൈ, കാൽ, അതുപോലെ തന്നെ എന്റെ തൊലി നീ സാക്ഷി നിന്നു എന്ന് നമ്മൾ സ്വന്തത്തോട് തന്നെ ചോദിക്കുന്ന അവസ്ഥ വരുമെന്ന്. അപ്പൊ ഖാലു, ആ അവയവങ്ങൾ പറയും, അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കൾക്കും സംസാരിക്കാൻ കഴിവ് നൽകിയ പടച്ച തമ്പുരാൻ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ശേഷി നൽകി, അങ്ങനെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. വഹുവ ഖലഖക്കും അവ്വല മറ, ആ പടച്ചവനാണല്ലോ
നിങ്ങളെ ആദ്യം തന്നെ സൃഷ്ടിച്ചത് ഇലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെട്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ നമ്മളോട് തന്നെ മറുപടി പറയും. അങ്ങനെ സ്വന്തം ശരീരം തന്നെ സാക്ഷിയായി മാറുന്ന, വേറെ സാക്ഷി വിസ്താരത്തെ പറ്റി പറഞ്ഞു, മറ്റുള്ള സാക്ഷികളൊക്കെ വിസ്തരിക്കുന്നത് അതൊന്നുമല്ലാത്ത വളരെ അതിഗംഭീരമായ രൂപത്തിൽ, അതിഭീകരമായ രൂപത്തിലുള്ള ഒരു വിചാരണയാണ് സ്വന്തം ശരീരത്തിന്റെ അവയവങ്ങൾ തന്നെ എതിരായി സാക്ഷി പറഞ്ഞുകൊണ്ടുള്ള വിചാരണ എന്നുള്ളത്. അപ്പോ വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിൽ പറയുന്നുണ്ട്, ഫയഖ്തുമു അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഓരോ മനുഷ്യനും എന്താണോ സമ്പാദിച്ചു വെച്ചത്, ബിമാ കാനൂ യക്സിബൂൻ എന്നാണ് അവിടെ പറഞ്ഞിട്ടോ. കസബ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്തു എന്നാണ്. ഓരോ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നതോടുകൂടി അത് വായുവിൽ ഇല്ലാതായി പോവല്ല, അതൊക്കെ ഇവിടെ സേവ്ഡ് ആണ്. അതെല്ലാം ഇവിടെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും സമ്പാദിച്ചു വെച്ച ആ ഓരോ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൈകൾ സംസാരിക്കും. ഇതാ ഇവൻ എന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കൈകൾ സംസാരിക്കും. കാലുകൾ സാക്ഷി നിൽക്കും, ആ പറഞ്ഞത് ശരിയാണ് ശരിയാണ് എന്ന് പറയും. എന്താ കാരണം? നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് സീല് വെച്ചിട്ടുണ്ട്, നാവ് കൊണ്ട് മിണ്ടാൻ കഴിയുന്നില്ല. പിന്നെ കൈകാലുകളാ സംസാരിക്കുന്നത്. കൈകാലുകൾ സംസാരിക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നേണ്ടതൊന്നുമില്ല. കുറെ ആൾക്കാർ നാവുകൊണ്ടല്ലല്ലോ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ പ്രസംഗങ്ങൾ കൈകൾ കൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖുതുബ വരെ മിമ്പറുകളിൽ കൈകൾ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാർത്ത വായിക്കുന്നുണ്ട് കൈകൾ കൊണ്ട്, ഒക്കെ നമ്മൾ അറിയുന്നതാണ്. അപ്പൊ ആ രൂപത്തിലാണോ ഏത് രൂപത്തിലാണോ എന്നറിയില്ല. പടച്ച തമ്പുരാൻ കൈകൾക്ക് സംസാരിക്കാൻ, അതുപോലെ കാലുകൾ അതിന് സാക്ഷി നിൽക്കാൻ, നമ്മുടെ തൊലികൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഓരോന്ന് എടുത്തു പറയുന്ന അവസ്ഥ ഒക്കെ പരലോകത്ത് വരുമെന്ന്. അപ്പോൾ കളവ് പറഞ്ഞിട്ടോ എന്തെങ്കിലും ന്യായീകരണം കണ്ടെത്തിയിട്ടോ അള്ളാഹുവിനോട് തർക്കിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല. സമ്പൂർണമായി എന്താണ് മനുഷ്യൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായി അവന്റെ മുമ്പിൽ ഇങ്ങനെ സാക്ഷിത്വത്തോടു കൂടി അവതരിപ്പിക്കുമെന്ന്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓരോ പ്രവർത്തികളും വളരെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ അതിന്റെ നിശബ്ദ സാക്ഷികളാണ് ശരിക്കും നമ്മുടെ അവയവങ്ങള്. അങ്ങനെയല്ലേ? നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ കർമ്മങ്ങളുടെ നിശബ്ദമായ സാക്ഷികളാണ് നമ്മുടെ കയ്യും കാലും കണ്ണും ഒക്കെ. സാക്ഷി എന്നുള്ള നിലയ്ക്ക് ഒന്നും ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ തന്നെയും അത് ഓരോന്നും ശരിക്കും നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിന്റെ ഓരോ മുദ്ര നമ്മുടെ ഓരോ സെല്ലിലും പതിയുന്നുണ്ട് എന്നാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമ്മളെ DNA-യിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇപ്പൊ മൊബൈലിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഡാറ്റ സ്റ്റോറേജിൽ വരുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതവിടെ സ്റ്റോറേജിൽ അവിടെ കാണുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ എപ്പോഴും അത് തിരിച്ചെടുക്കാൻ കഴിയും എന്ന രൂപത്തിൽ മനുഷ്യന്റെ ഓരോ കർമ്മങ്ങളും കൃത്യമായി നമ്മുടെ ശരീരാവയവങ്ങളിൽ അതിന്റെ മുദ്രണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ആ മുദ്രണം ചെയ്യപ്പെട്ട കർമ്മങ്ങൾ മുഴുവനും അള്ളാഹു എടുത്ത് കാണിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വളരെ ലളിതമായി നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. ആ കാര്യം തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങൾ തന്നെ അതിന് സാക്ഷിയായി വരുന്ന അവസ്ഥ വരുമെന്ന്. ഈ നിലക്ക് മറ്റൊരാൾ പറയുമ്പോൾ ഉണ്ടാകുന്ന സാക്ഷിത്വം എന്നുള്ളത് അതിൽ എന്തെങ്കിലും അപാകത വരാതിരിക്കാനും അല്ലെങ്കിൽ അതിനെതിരെ അയാൾ പറഞ്ഞ ശരിയല്ല എന്ന് പറയാതിരിക്കാനും ഒക്കെയുള്ള എന്തും അവിടെ അടക്കുന്ന രൂപത്തിൽ വളരെ കൃത്യമായി അവരവരുടെ ശരീരത്തെ തന്നെ ഇങ്ങനെ വിചാരണ ചെയ്തുകൊണ്ട് അള്ളാഹു നാളെ ഇങ്ങനെ ഒരു ഹിസാബ് നടത്തുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറയണം. ഈ ആയത്തിന്റെ കൂടെ തന്നെ വമാ കുന്തും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉക്കും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും, നിങ്ങൾ എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും നിങ്ങളെ കാഴ്ചയെയോ നിങ്ങളെ കേൾവിയെയോ നിങ്ങളെ തൊലിയെയോ മറച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലല്ലോ വിശുദ്ധ ഖുർആൻ പറയണം. എന്നിട്ട് വലാകിൻ വനൻതും, പക്ഷെ നിങ്ങൾ വിചാരിച്ചു പോയി അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അധിക കാര്യങ്ങളും അല്ലാഹ് അറിയുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു പോയോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കണം. വദാലിക വന്നുക്കും അല്ലദീ വനൻതും ബിറബ്ബിക്കും അർദാക്കും ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ, അങ്ങനെ നിങ്ങൾ ദുനിയാവിൽ വെച്ച് വിചാരിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇതാ നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോയത് എന്ന് അവിടെ വെച്ച് ഇത്തരം ആളുകളോട് പറയപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു തരുന്നു. ഏതായാലും നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമാകാൻ വളരെ കൃത്യമായ ശ്രദ്ധയും ചിന്തയും ഉണ്ടാകണം എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്.
നമ്മുടെ ഓരോ കർമ്മങ്ങളുടെയും സാക്ഷിയായി ആരാരും കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ ഓരോ കർമ്മങ്ങളും ഇവിടെ രേഖപ്പെടുത്തപ്പെടുകയും അത് അള്ളാഹു നാളെ പരലോകത്ത് പല രൂപത്തിലും നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് ആ ഹിസാബിന്റെ ഒരു ഇനമായി ഇങ്ങനെ പഠിപ്പിക്കപ്പെടുകയാണ്. ഏതായാലും ഇത്തരം രംഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായ മറുപടി പറയുന്ന, വലത് കൈയിൽ നമ്മുടെ ജീവിത രേഖ കിട്ടുന്ന, നമുക്കെതിരായി നമ്മുടെ ശരീരാവയവങ്ങൾ മാറാത്ത യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കർമ്മങ്ങളെ ക്രമീകരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. റബ്ബിന്റെ കൽപ്പന പരമാവധി ശ്രദ്ധിച്ചിരിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു രൂപത്തിലുള്ള സാക്ഷിത്വം, വിചാരണ അള്ളാഹു നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നത് സൂറത്തു തക്വീറിലെ ഒരു ചെറിയ ആയത്താണ്. വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. വിചാരണയുടെ മറ്റൊരു രംഗം. ഇവിടെ സാക്ഷിയെ വിസ്തരിക്കല്ല, ഇരയെ വിസ്തരിക്കണം. ഇരയെ ചോദ്യം ചെയ്യണം. പ്രതിയെ അവഗണിച്ചുകൊണ്ട്, കുറ്റവാളിയെ പറ്റ അവഗണിച്ചുകൊണ്ട് ആരാണോ കുറ്റത്തിന് വിധേയമായത് അവരെ പരമാവധി പരിഗണന നൽകി വിചാരണ നടത്തുന്ന ഒരു രംഗത്തെയാണ് സൂറത്തു തക്വീറിലെ 8-9 ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. എന്താണ് പറയുന്നത്? വഇദൽ മൗഊദത്തു, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി, സുഇലത്ത്, ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തൊരു പാപത്തിനാണ് അവൾ കൊല്ലപ്പെട്ടത് എന്ന് അവളോട് ചോദിക്കുന്നു എന്ന്. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന അറബികൾക്കിടയിൽ, ചില സമുദായങ്ങൾക്കിടയിലൊക്കെ കുട്ടികൾ, പെൺകുട്ടികൾ എന്നുള്ളത് തന്നെ അപമാനമായി, സ്ത്രീകൾ എന്നുള്ളത് തന്നെ അപമാനമായി കണക്കാക്കിയിരുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. ഖുർആൻ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി ജനിച്ചു എന്നുള്ള വിവരം അവർ കണ്ട് അറിയിക്കപ്പെട്ടാൽ തന്നെ അവരാകെ മുഖം വിവർണമായി, ബേജാറായി, വിഷമിച്ച് നടക്കുന്ന അവസ്ഥയാണ്. കാരണം ഒരു പെൺകുട്ടിയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ അപമാനമായിട്ട് അവർ കണക്കാക്കിയിരുന്നു. അങ്ങനെയുള്ള അറബികളായ ചില ഗോത്രങ്ങളെങ്കിലും അവരുടെ കുട്ടികൾ പെൺകുട്ടിയാണ് ജനിച്ചത് എന്നറിഞ്ഞാൽ ഉടനെ തന്നെ കുഴിച്ചു മൂടുമായിരുന്നു, അതിനെ ഒഴിവാക്കുമായിരുന്നു. ഇങ്ങനെ ചെയ്തിരുന്ന ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ നാളെ പരലോകത്ത് കൊണ്ടുവരാ. എന്നിട്ട് പെൺകുട്ടിയോടാ ചോദിക്കുന്നത്, എന്ത്? അല്ല മോളെ, നീ കൊല്ലപ്പെടാനുള്ള കാരണം എന്താണ്? എന്തൊരു തെറ്റിനാണ് നീ കൊല്ലപ്പെട്ടത് എന്ന്. ഈ വിചാരണയുടെ, ഈ ജഡ്ജ്മെന്റിന്റെ ഒരു പ്രത്യേകത നോക്കൂ. ഒരു സൈക്കോളജിക്കൽ ജഡ്ജ്മെന്റ് ആണല്ലോ ശരിക്ക്. ഇരയെ ചോദ്യം ചെയ്തിട്ട് പരമാവധി ആ ഇരയെ പരിഗണിക്കണം. ഈ പ്രതിയെ, കുറ്റവാളിയെ അവഗണിച്ചുകൊണ്ട് തന്നെ അവിടെ തന്നെ ശിക്ഷ കൊടുക്കുകയാണ്. കുറ്റവാളിയോട് ഒരു കാര്യം ചോദിക്കാതെ അവഗണിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് ആ വാപ്പാന്റെ മുമ്പിൽ വെച്ച് ഈ കുട്ടിയെ ചോദ്യം ചെയ്തിട്ട്, കുട്ടി, ഞാൻ നിരപരാധിയായിരുന്നു, ഞാനൊന്നും അറിയില്ല, ഞാൻ ഒരു തെറ്റിന്റെയും പേരിലല്ല കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് ആ പിതാവിനെ പൂർണ്ണ കുറ്റവാളിയായി അവിടെ കൃത്യമായി വിലയിരുത്തിയിട്ട് ശിക്ഷിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു വിചാരണയും വിശുദ്ധ ഖുർആൻ വിവരിക്കാം. ഇത് യഥാർത്ഥത്തിൽ ഒരു സാമ്പിൾ മാത്രാട്ടോ. ഒരു പെൺകുട്ടിയെ വിചാരണ ചെയ്യാന്നുള്ളത് ഇതേപോലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി നാളെ പരലോകത്ത് അള്ളാഹു ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടവരുടെ, ആരുമില്ലാത്തവരുടെ, നമ്മൾ പറയാറുണ്ടല്ലോ ചോദിക്കാനും പറയാനും ആളില്ലാത്തവർ എന്ന്. ചിലപ്പോൾ സമ്പത്തിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ, തറവാടിത്തത്തിന്റെ പേരിലൊക്കെ അടിച്ചമർത്തിയ ആളുകൾ ഉണ്ടാവും. അവരുടെ മുമ്പിൽ ശബ്ദിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവും. അത്തരം ആളുകൾക്കൊക്കെ സമ്പൂർണമായ നീതി നാളെ പരലോകത്ത് വാങ്ങിക്കൊടുക്കുന്നതിന്റെ ഒരു ഉദാഹരണം അത് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞത്. ഇത് ഈ പെൺകുട്ടി ഇങ്ങനെ കൊല്ലപ്പെട്ടിരുന്നത്, അതായത് അവർ പ്രസവിച്ചതിന് ശേഷമാണ് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പെൺകുട്ടിയെ കൊന്നിരുന്നത്. ഇക്കാലത്ത് ഒന്നാണ് നടക്കുന്നത്. സ്കാനിങ് നടത്തിയിട്ട് ജനിക്കാനിരിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കി പെൺകുട്ടിയെ അബോർഷനാക്കി ആ പെൺകുട്ടിയെ ജനിക്കാൻ പോലും അനുവദിക്കാത്ത രൂപത്തിലുള്ള അവസ്ഥ.
പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഈ കുട്ടിയും അതേപോലെ തന്നെ ഈ ഗർഭത്തിലുള്ള കുട്ടിയെ നശിപ്പിച്ചിട്ടുണ്ടല്ലോ, ഈ കുട്ടികളും ഇതേപോലെ നാളെ പരലോകത്ത് അള്ളാഹു വിചാരണ ചെയ്തിട്ട് ആരാണോ അതിന് കാരണക്കാർ അവരെ കുറ്റവാളികളായി അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും പെൺകുട്ടികളെ ജനിക്കുന്നത് മോശമായി കണക്കാക്കുന്ന ആധുനിക ചിന്ത നമുക്കിടയിലൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും പഴയ കാലത്ത് ജനിക്കാനുള്ള അനുവാദം നൽകിയിരുന്നു, ഇക്കാലത്ത് ജനിക്കാൻ പോലും അനുവാദം നൽകാത്ത രൂപത്തിലുള്ള നശിപ്പിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഈ കുറ്റത്തിന്റെ ഇനത്തിൽ തന്നെയാണ് പെടുന്നത് എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഏതായാലും കുറ്റവാളികളെ ഇങ്ങനെ പല രൂപത്തിലും പുറത്തു കൊണ്ടുവരികയും അവർക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ അവർക്കുള്ള പ്രതികൾക്കുള്ള ശിക്ഷ പൂർണ്ണമായി ഉറപ്പാക്കുകയും ഇരകൾക്കുള്ള പൂർണ്ണമായ നീതി നൽകുകയും ചെയ്യുന്ന അവസ്ഥ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പെൺകുട്ടികളെ പരമാവധി അവർക്ക് പരിഗണന നൽകി വളർത്തണമെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം വെച്ചാൽ ആർക്കെങ്കിലും പെൺകുട്ടികൾ ഉണ്ടായി ആ പെൺകുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ അവരെ പരിഗണിക്കുകയും അവരോട് യാതൊരു വിവേചനവും കാണിക്കാത്ത രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്താൽ അവര് നരകത്തിൽ നിന്നുള്ള മറയായി തീരും എന്ന് പറഞ്ഞ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാനും അങ്ങനെയുള്ള ആളുകളും സ്വർഗത്തിൽ ഇതുപോലെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ട് വിരലുകൾ അടുപ്പിച്ച് കാണിച്ചിട്ട് പെൺകുട്ടികൾക്ക് പരമാവധി സംരക്ഷണം നൽകണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളുണ്ട്. അതേപോലെ തന്നെ അവർ നാളെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്കുള്ള ഒരു കാരണമായി തീരും എന്ന് പറയുന്ന ഹദീസ് കാണാൻ സാധിക്കും. അപ്പൊ പെൺകുട്ടികളോട് ഈ വിവേചനം കാണിച്ച് അവരെ ഈ രൂപത്തിൽ ശിക്ഷിച്ചതിന്റെ അതിൽ നിന്നൊക്കെ ആ ജാഹിലിയത്തിനൊക്കെ മോചിപ്പിച്ച് ഇസ്ലാം അവർക്ക് പരമാവധി പരിഗണന നൽകുകയും അവരെ ജീവിക്കാൻ അനുവദിച്ചാൽ അത് സ്വർഗത്തിന് തന്നെ കാരണമായി തീരുമെന്ന് പ്രത്യേകം പഠിപ്പിക്കുകയും ചെയ്തതായി ഇസ്ലാമിന്റെ പാഠങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതായി കാണാൻ സാധിക്കും. കൂടുതൽ അതുമായി പഠനം നടത്തണം എന്ന് സാന്ദർഭികമായി ആവശ്യപ്പെടുകയാണ്. ഏതായാലും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ഓരോ കർമ്മങ്ങളും കൃത്യമായി വളരെ വ്യക്തമായി ഒരു അനീതിയുമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ സൂക്ഷ്മമായി വിചാരണ ചെയ്യുകയും നാളെ അള്ളാഹു വളരെ നീതിപൂർവകമായ രൂപത്തിൽ തന്നെ അതിനൊക്കെ പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ ശൈലിയിലൂടെയും ആയത്തുകളിലൂടെയും പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഈ നിലക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അപ്പോൾ തന്നെ അള്ളാഹുവോട് പശ്ചാത്തപിച്ച് നമ്മുടെ രേഖയിൽ നിന്നതൊക്കെ മായ്ച്ചു കളയാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹുവോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക. ആ നിലക്കുള്ള യഥാർത്ഥ വിശ്വാസികളായി തീരാൻ പരമാവധി ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അപാകതകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുമ്പേ വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അവരുടെയൊക്കെ ബർസഖി ജീവിതം അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കിടയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗമായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.